നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിലെത്തി നിൽക്കെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തൽക്കാലം നവോത്ഥാന പരിവേഷം അണിയേണ്ട എന്ന് ഇടതുമുന്നണി സർക്കാർ തീരുമാനിച്ചു. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാട് ആവർത്തിക്കുന്നതിന് പകരം വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഹിന്ദു പണ്ഡിതരും സാമൂഹിക പരിഷ്കർത്താക്കളും ഉൾക്കൊള്ളുന്ന കമ്മീഷൻ രൂപീകരിക്കണമെന്ന VS സർക്കാർ സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ച നിലപാട് ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാരും ഇടതുപക്ഷവും. ഇതോടെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ പിടിച്ചുകുലുക്കിയ 2018 ശബരിമല യുവതീ പ്രവേശന വിധിയെ തുടർന്നുള്ള സുപ്രധാന വഴിത്തിരിവാവുക കൂടിയാണ് ഈ നിലപാട് മാറ്റം. അതേസമയം വിഷയം തിരഞ്ഞെടുപ്പ് ആയുധമാക്കാനാകുമോ എന്ന് കാത്തിരുന്ന UDFനും NDAയ്ക്കും അല്പം നിരാശ പകരുന്നത് കൂടിയായി തീരുമാനം. അതോടൊപ്പം തന്നെ യുവതീ പ്രവേശനം സംബന്ധിച്ച് ആരാണ് തീരുമാനിക്കേണ്ടത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ശബരിമല വിഷയത്തിലെ ഈ നിലപാട് മാറ്റമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും വിഷയമാക്കുന്നത്. ടേൺ എടുത്ത് വിശ്വാസികൾക്കൊപ്പം അയ്യപ്പ സംഗമം, സ്വർണ്ണക്കൊള്ള എന്നിവയടക്കം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് എന്ന വിലയിരുത്തലിലാണ് ഇടതു സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന് കാരണം. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ ഇടതു സർക്കാരാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിലപാട് തിരുത്താൻ തയ്യാറാകുന്നത് എന്നത് പുരോഗമന സാംസ്കാരിക മേഖലകളിൽ നിന്നുൾപ്പെടെ പല കോണുകളിൽ നിന്നും എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തിയേക്കാം. അടുത്തിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കാൻ തീരുമാനിച്ചിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ നിലപാട് അറിയിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നത്. വിശദവാദം ഏപ്രിൽ മാസം 7 തുടങ്ങും. ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെ മതങ്ങളും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിവിധ ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം. ഹിന്ദു മതസ്ഥാപനങ്ങൾ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം 2 ഉപവകുപ്പ് ബിയിൽ വ്യക്തമാക്കുന്നുണ്ട്. 3-ാം ഉപവകുപ്പിൽ ഹിന്ദുക്കൾക്ക് പൊതുവായോ ഒരു വിഭാഗത്തിനോ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ വിലക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകളുടെ സാധുത ഉയർത്തിക്കാട്ടിയാണ് ക്ഷേത്രപ്രവേശനത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വേർതിരിവില്ലെന്ന് സർക്കാർ സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതി അറിയിച്ചത്. സാമൂഹിക നീതി ഉറപ്പുവരുത്തുക എന്നതാണ് നയമെന്നും യുവതീ പ്രവേശനത്തിനെതിരല്ലെന്നും സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. 2018 യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് നൽകിയ ഈ സത്യവാങ്മൂലമാണ് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിക്ക് ആധാരമായത്. നവോത്ഥാനം, ലിംഗസമത്വം, പുരോഗമനം ഈ ആശയധാരകളെ ഉയർത്തിക്കാട്ടിയായിരുന്നു സർക്കാർ ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സത്യവാങ്മൂലത്തിന് നിലപാട് തറ ഒരുക്കിയത്. നവോത്ഥാന സദസ്സുകളും നവോത്ഥാന സമിതികളും CPIMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധ നാമജപ യാത്രകളും കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ ജാഥകളുമായി രംഗത്ത് വന്നു. സർക്കാർ വനിതാ മതിൽ ഉയർത്തിയതിന് പിന്നാലെ 2 യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചതും തുടർന്നുണ്ടായ പുകിലുകളും നമ്മൾ മറന്നിട്ടില്ല. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം LDFന് വലിയ തിരിച്ചടിയായിരുന്നു. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച പഴയ നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ അഭിപ്രായം സർക്കാരിന് അതേപടി നടപ്പാക്കാനാകില്ല. സമൂഹത്തിലെ പൊതുവായ അഭിപ്രായങ്ങൾ കൂടി കണ്ടുകൊണ്ടേ നിലപാട് സ്വീകരിക്കാനാകൂ. ഏതെല്ലാം കാര്യങ്ങളിൽ എത്രത്തോളം പോകാം എന്ന കാര്യത്തിൽ വിവിധ സാമൂഹിക വിഭാഗങ്ങളുടെ അഭിപ്രായം പരിഗണിക്കേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷേ ആ നിലപാട് അടിച്ചേൽപ്പിക്കില്ലെന്ന് പറയുമ്പോൾ സർക്കാരിന്റെ നിലപാട് മാറ്റത്തെ സാധൂകരിക്കുക കൂടി ചെയ്യുന്നുണ്ട് പാർട്ടി സെക്രട്ടറി. അതേസമയം വിഷയം തിരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ ലഭിക്കാത്ത നിരാശയിലാണ് കോൺഗ്രസും BJPയും. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനും മറ്റുള്ളവരും ചേർന്ന് നൽകിയ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് റിട്ട് പരാതിയായി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നത് 2006-ലാണ്. സംസ്ഥാന സർക്കാരായിരുന്നു എതിർകക്ഷി എന്നതുകൊണ്ട് തന്നെ 2007 നവംബർ മാസം 13-ന് സുപ്രീം കോടതിയിൽ VS സർക്കാരിന് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടി വന്നു. എന്നാൽ തുടർന്ന് വന്ന UDF സർക്കാർ 2016 ഫെബ്രുവരി മാസം 5-ന് ആ സത്യവാങ്മൂലം പിൻവലിച്ച് മറ്റൊന്ന് നൽകി. 2016-ൽ വീണ്ടും ഇടതു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യ സത്യവാങ്മൂലം നിലനിർത്തുകയാണെന്ന് സുപ്രീം കോടതി അറിയിച്ചു. യുവതീ പ്രവേശന വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഹിന്ദു പണ്ഡിതരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്നായിരുന്നു VS സർക്കാർ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും നിർദ്ദേശിച്ചത്.
വിശ്വാസത്തിൽ തൊട്ട് കളി വേണ്ടെന്ന സർക്കാരിന്റെ ഇപ്പോഴത്തെ പുനർവിചിന്തനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന കാര്യം വ്യക്തമാണ്. പ്രബല ഹിന്ദു സംഘടനകളായ NSSന്റെയും SNDPയുടെയും എതിർപ്പ് തൽക്കാലം ക്ഷണിച്ചു വരുത്താൻ ഇടതുമുന്നണി ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നില്ല. മറുഭാഗത്ത് വിശ്വാസവും ആചാര സംരക്ഷണവും സംരക്ഷിക്കുമെന്ന് ഇടതു സർക്കാർ പറയുന്നതിൽ അപകടം കാണുന്നവരുമുണ്ട്. കാരണം ഈ വിഷയത്തിൽ ഹിന്ദു പണ്ഡിതരുടെ സമിതിയാണോ, കോടതിയാണോ, അതോ സർക്കാരാണോ തീരുമാനമെടുക്കേണ്ടത് എന്നത് ഉയരുന്ന പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം.